എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബൈജേഷ്. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കാഴ്ച കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയും തമിഴ്നാടിൻ്റെ തൊട്ടടുത്തുള്ള ദ്വീപായ രാമേശ്വരം, ധനുഷ്കോടി, ആ ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. 1988 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇനോഗ്രേഷൻ ചെയ്ത ആ പാമ്പൻ പാലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് കാഴ്ചകളും കണ്ട് തിരിച്ചു വരാം. ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് രാമേശ്വരത്തേക്കുള്ള പാമ്പൻ പാലവും അവിടുത്തെ റെയിൽവേ പാലവും കാണാൻ വേണ്ടിയിട്ടാണ്. ഈ യാത്രയിൽ ഈ പാലത്തിലൂടെ പോകുമ്പോൾ നമുക്ക് രണ്ട് കടലുകൾ കാണാം. ഒന്ന് ബംഗാൾ ഉൾക്കടലും ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രമാണ് കാണാൻ പറ്റുന്നത്. ദിനംപ്രതി ഒരുപാട് തീർത്ഥാടകരും ഒരുപാട് വിനോദസഞ്ചാരികളും ദിനംപ്രതി വന്നു പോകുന്നത് ഈ പാലത്തിലൂടെ ആണ്. ആയിരത്തി 1988 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. കടലിൻ്റെ മുകളിൽ പണിത ആദ്യത്തെ നീളം കൂടിയ റെയിൽവേ പാലം ഇത് ആയിരുന്നു. തൊട്ടടുത്ത് കാണുന്നത് പുതിയ പാലം, റെയിൽവേ പാലം പണിതുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ കടൽപ്പാലം ഇതായിരുന്നു. 2010 ബോംബെ വേളിപ്പാലം ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതോടുകൂടി ഈ പാലം 2ാം സ്ഥാനത്ത് എത്തി. 1914 ബ്രിട്ടീഷുകാരാണ് ഈ പാലം നിർമ്മിച്ചത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടത്തിന് ഈ പാലം സാക്ഷിയായിട്ടുണ്ട്. ആയിരത്തി 1964 ആയിരുന്നു ആ അപകടം ഉണ്ടായത്. സൈക്ലോൺ എന്ന ഒരു ചുഴലിക്കാറ്റ് വീശി ഡിസംബർ 22-ാം തീയതിയായിരുന്നു ആ സംഭവം.
അനവധി മത്സ്യബന്ധന ബോട്ടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രെയിൻ പാലത്തിലേക്ക് കയറുകയും അതിശക്തമായ മഴയും കാറ്റും വലിയ തിരമാലയിൽപ്പെട്ട് ട്രെയിൻ ആഴക്കടലിലേക്ക് പതിക്കുകയായിരുന്നു. ആ അപകടത്തിൽ നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലും പുതുമയുള്ള വീഡിയോ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അതിൽ കുറച്ച് പോരായ്മകളൊക്കെ ഞാൻ മാറ്റി ഞാൻ കൊണ്ടുവന്നോളാം. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് നമസ്കാരം.